യൂട്ടൻ ക്രാഫ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും സ്വാഗതം. യൂട്ടൻ ക്രാഫ്റ്റ് ഒരു ഫാമിലി വ്ളോഗാണ്. ആ ഫാമിലിയിലെ മെമ്പേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് യൂട്ടൻ ക്രാഫ്റ്റ് എന്ന വ്ളോഗിന് പേരിട്ട കുഞ്ഞു യൂട്ടൻ, നമ്മുടെ സാമുവൽ ജോജി. ഇതാണ് നമ്മുടെ കുഞ്ഞു യൂട്ടൻ സാമുവൽ. യൂട്ടൻ ഫാമിലിയുടെ പ്രധാനപ്പെട്ട മെമ്പറെ നമുക്ക് പരിചയപ്പെടാം. മൈ ഹസ്ബൻഡ് ജോജി. ഹായ്. നിങ്ങൾക്കെല്ലാവർക്കും യൂട്ടൻ ഫാമിലിയുടെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഒരു മാജിക്കൽ ക്രിസ്തുമസ് ട്രീ ആണ്. ഒന്നിലധികം രീതികളിൽ സെറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിതിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ഇഞ്ച് കനത്തിലുള്ള തെർമോകോൾ ഷീറ്റുകളാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. 1.5 ഷീറ്റോളം നമുക്ക് ഈ ട്രീ നിർമ്മിച്ചെടുക്കാനായിട്ട് ആവശ്യമുണ്ട്. ഈ തെർമോകോളിനെ നമുക്ക് ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ വെട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ചാർട്ട് പേപ്പർ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ വെട്ടിയെടുത്തത് ഉപയോഗിച്ച് നമ്മൾ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് ഈ തെർമോകോളിൽ ഈ സ്കെയിലും സ്കെച്ചും ഉപയോഗിച്ച് മാർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. ചാർട്ട് പേപ്പർ ഉപയോഗിച്ച് ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട്. വരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു കേർവ്ഡ് ഷേപ്പാണ് വന്നിരിക്കുന്നത്. ഈ ഷേപ്പ് കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ട്രീ നല്ല ഭംഗിയിൽ കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ ഒരു കത്രിക ഉപയോഗിച്ച് ഈ ഷേപ്പ് വെട്ടിയെടുക്കുകയാണ്. നമ്മളിപ്പോൾ ട്രീയുടെ ഷേപ്പിൽ വെട്ടിയെടുത്ത തെർമോകോളാണിത്. ഏകദേശം 30 ഇഞ്ച് ഹൈറ്റാണ് ഇതിന് വരുന്നത്. ഇനി നമ്മൾ 1 ഇഞ്ച് കനത്തിൽ ഇതിൻ്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഈ തെർമോകോളിനെ ഏകദേശം 1 ഇഞ്ച് വീതി വരാവുന്ന രീതിയിൽ സെപ്പറേറ്റ് പീസസ് ആക്കി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു നൈഫ് ഉപയോഗിച്ച് ഈ വരച്ച ഭാഗത്തൂടെ ഇതിനെ സെപ്പറേറ്റ് പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഷേപ്പ് കൂടാതെ വേറെ 1-2 ഷേപ്പുകളിൽ കൂടി നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം.